ഒരു സൂയിസൈഡ് ആയിട്ട് ആണ് അവർ നീക്കം നടത്തിയേക്കുന്നത്. എൻ്റെ മോള് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതുപോലെ തന്നെ എൻ്റെ മനസ്സിലെ ആഗ്രഹം, എൻ്റെ മനസ്സിൽ എങ്ങനെ തോന്നുന്നു അതേപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സിൽ നിന്നും നമുക്ക് എൻ്റെ മോള് ഒരിക്കലും, മിഷേൽ ഒരിക്കലും ഒരു സൂയിസൈഡ് ചെയ്യില്ല എന്ന് എല്ലാ കുട്ടികളും അവരുടെ ടീച്ചേഴ്സ് അടക്കമുള്ള ആൾക്കാർ വളരെ വ്യക്തമായിട്ട് ഒന്നടങ്കം ഞാൻ തന്നെയല്ല, എൻ്റെ കൂടെയുള്ള മറ്റുള്ള എൻ്റെ സുഹൃത്തുക്കളും എല്ലാം കൂടി ഞങ്ങൾ ഹോസ്റ്റലിൽ ഈ സഹപാഠികൾ കാണാൻ പോയ സമയത്തും എല്ലാം അവരൊന്നടങ്കം പറയുന്നു, മിഷേൽ ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ല, അവൾ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരാമെന്നും പറഞ്ഞാണ് ഞങ്ങളുടെ അടുത്ത് പോയത്. അതുപോലെ അവൾ തിരിച്ചു വരുമായിരുന്നു. അവൾക്ക് എന്തോ ഒരു അബദ്ധം പറ്റി സംഭവിപ്പിച്ചിട്ടുണ്ട്. അവളെ തീർച്ചയായിട്ടും ഈ ബോഡി കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും അതൊരു കൂടുതൽ സമയം വെള്ളത്തിൽ കടന്ന ഒരു ബോഡിയല്ല, മരിച്ചതിന് ശേഷം വെള്ളത്തിൽ കൊണ്ടിട്ടാണ് എന്നുള്ളതാണ് ബോഡി നമുക്ക് ഫോട്ടോയിൽ കാണുമ്പോൾ. ഒരു കൈ നേരെ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ബോഡി ഫുള്ളായിട്ട്. അതുപോലെ തന്നെ എൻ്റെ മോളുടെ ശരീരപ്രകൃതി എങ്ങനെ ഇരിക്കുന്നു അതേപോലെ തന്നെ ആ ബോഡി കാണാൻ ചെയ്യും. ഒരു മാറ്റങ്ങളോ വ്യത്യാസങ്ങളോ ഒന്നും ആ ഫോട്ടോയിൽ നമുക്ക് ദർശിക്കാൻ സാധിച്ചിട്ടില്ല. സംസാരിച്ചിരുന്നു. ഞങ്ങളായിട്ടെല്ലാം ഓപ്പണായിട്ട് വളരെ സംസാരിക്കുന്ന ഒരു കൊച്ചാണ്. അപ്പോൾ അന്ന് രാവിലെയും സാധാ വിളിക്കുന്ന പോലെ തന്നെ എന്നെ വിളിച്ചിരുന്നു. വിളിച്ച് ഞങ്ങൾ ഒത്തിരി കളിത്തമാശകളും എല്ലാം, ഓരോ കാര്യങ്ങളും സിനിമയുടെ കാര്യങ്ങളും അങ്ങനെ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് ഇരുന്നതാണ്. അപ്പോൾ അന്ന് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു രാവിലത്തെ സമയം പഠിക്കുന്ന സമയമാണ്. രാവിലെ പഠിക്കുമായിരുന്നു. പഠിത്തം കഴിഞ്ഞാണ് വിളിച്ചത്. കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് പള്ളിയിൽ ഉച്ച കഴിഞ്ഞ് പോകുന്നു പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് കായലിൽ വല വീശാൻ പോകുന്ന മുക്കുവരെ പോയി കണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നു, ഞങ്ങൾ ഈ ബോഡിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഒരു കാലത്തും ഇത് വെള്ളത്തിൽ പോയി മരിച്ച ഒരാളുടെ ബോഡിയല്ല എന്നാണ് പറഞ്ഞത്, മുക്കുവർ പറഞ്ഞത്. കാരണം അവർ അതിനൊരു കാരണവും കൂടെ പറയുന്നുണ്ട്. ഈ എറണാകുളത്തെ കായലിൽ വീണിട്ടുണ്ടെങ്കിൽ അത് ശരീരം പൊങ്ങിക്കഴിയുമ്പോൾ ഏതാണ്ട് ഒരു കറുത്ത വണ്ടുകൾ പോലത്തെ പ്രാണികൾ ശരീരം മുഴുവൻ കടിച്ചു പിടിച്ചിരിക്കും. ഇതങ്ങനെ ഒന്നുമില്ലാത്തൊരു ഫ്രഷ് ബോഡിയാണ്. അതുകൊണ്ട് ഇത് വെള്ളത്തിൽ പോയി മരിച്ചതല്ല എന്നാണ് മുക്കുവരുടെ നിഗമനം. മോള് പഠിക്കുന്ന നെക്സ്റ്റ് ഡേയിലൊരു ടെസ്റ്റ് പേപ്പറുണ്ട്. അപ്പോൾ ആ ടെസ്റ്റ് പേപ്പറിൻ്റെ ബുക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് എടുക്കാനായിട്ട് വരട്ടെ, അതോ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ആ നേരത്തെ കൊച്ച് വന്നു കഴിയുമ്പോൾ ലേറ്റ് ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് വരണ്ട, ഞങ്ങൾക്ക് നേരത്തെ വരാനെത്തുവാണെങ്കിൽ വരാം, ഇനി അഥവാ വന്നില്ലെങ്കിലും ടെസ്റ്റ് പേപ്പറല്ലേ സാരമില്ല, പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല, അത് മറന്നേക്ക് എന്ന് പറഞ്ഞു. ഇന്ന് വന്നില്ലെങ്കിൽ നാളെ പപ്പേനെ അങ്ങോട്ട് വിട്ടേക്കാം എന്ന് പറഞ്ഞു. കൊച്ചിൻ്റെ ഫ്രണ്ട്സെല്ലാം കൊച്ച് വളരെ ക്ലിയറായ ഒരു ക്യാരക്ടറിൻ്റെ ഉടമയായിട്ടാണ് അവർ പറയണത്. അവൾക്ക് എന്തോ ഒരു സംഭവിച്ച മാതിരിയാണ്. 26-ാം തീയതി കൊച്ച് കല്ലൂർ പള്ളിയിൽ പോയിട്ട് ഇറങ്ങി വരുന്ന വഴിക്ക് ആരോ ഒരാൾ വന്ന് പേര് ചോദിച്ചു. പിന്നെ നിൻ്റെ കണ്ണിൽ നോക്കിയിരിക്കാൻ നല്ല ഭംഗിയാണ്, കണ്ണിൽ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് തോന്നുന്നു, നല്ല ഭംഗി എന്നിങ്ങനെ പറഞ്ഞ്. അപ്പോൾ കൊച്ച് പേടിച്ചിട്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന്. അപ്പോൾ ആൾ ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോൾ കൊച്ച് പേടിച്ചിട്ട് തിരിച്ച് ഹോസ്റ്റലിലേക്ക് ഓടി അവിടെ ചെന്ന് പറഞ്ഞ് അവരുടെ കോളേജിലെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ആ ഫ്രണ്ട് വേറൊരാളെയും കൂടി കൂട്ടി വന്ന് അവരവിടെയെല്ലാം നോക്കി, എന്നിട്ട് ആരെയും കണ്ടില്ല. അപ്പം പറയുമ്പോൾ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്, എന്തോ NRI സ്ലാങ് മാതിരി ഇരിക്കണം എന്നുള്ളൊരു ഇതാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ഒന്നും നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇത് മാത്രമേ ഇതിങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അത് കോളേജിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഹോസ്റ്റലിലെ ഫ്രണ്ട്സിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്.